സർക്കാർ ജീവനക്കാർക്കുള്ള ജീവാനന്ദം പദ്ധതിക്കെതിരായ പ്രതിപക്ഷത്തിന്റെ വിമർശനം ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കും പോലെയാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലായിരുന്നു മന്ത്രിയുടെ മറുപടി. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുമ്പോഴാണ് സർക്കാർ പുതിയ പദ്ധതിയുമായി എത്തുന്നതെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ജീവാനന്ദം പദ്ധതിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ തള്ളിക്കൊണ്ടാണ് ധനമന്ത്രി ചോദ്യോത്തരവേളയിൽ മറുപടി പറഞ്ഞത്. ജീവാനന്ദം നിർബന്ധിതമായ പദ്ധതിയല്ലെന്നും സർക്കാർ ഗ്യാരണ്ടിയിൽ ഇൻഷുറൻസ് ലഭിക്കുന്നത് നല്ല കാര്യമല്ലേയെന്നും കെ.എം. ബാലഗോപാൽ ചോദിച്ചു. ഒരു പെൻഷൻ സമ്പ്രദായത്തിന് അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ ഉള്ളവരെ പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഭാവിയിൽ ആലോചിക്കേണ്ടി വരും. ഇതിപ്പോ ഒരു ജീവാനന്ദ പദ്ധതി എന്ന് പറയുന്നതിന്റെ പ്രാഥമികമായിട്ട് അതിന്റെ പഠനം നടത്താനാണ് ഏൽപ്പിച്ചേക്കുന്നത്. അതനുസരിച്ചിട്ട് അവരിടുന്ന പണം കൃത്യമായി ഉറപ്പായി ഏറ്റവും ഉയർന്ന പലിശയോടുകൂടി അതിന്റെ തിരിച്ചു കൊടുക്കുന്നതിന് പദ്ധതിയാണ് ആലോചിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷുറൻസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ച് ആക്ച്വറിയൽ സയൻസ് പഠിച്ച ഇന്ത്യയിലെ അംഗീകൃതമായ ആക്ച്വറിയൽസ് ആണ് തീരുമാനിക്കുന്നത്. നമുക്കും ഇൻഷുറൻസ് വകുപ്പിന്റെ അത്തരം ആക്ച്വറിയൽസ് തന്നെയാണ് അഡ്വൈസ് തരുന്നത്. അങ്ങനെയുള്ള ആളുകൾ ചർച്ച ചെയ്ത് അവർ പഠിച്ച് അത് തരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാർ ഇത് നടപ്പിലാക്കുന്നത്. ജീവനക്കാരുടെ ശമ്പളവും ക്ഷേമബത്തയും മുടങ്ങിയതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് പദ്ധതിയിൽ സംശയമുണ്ടെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ജോയിന്റ് കൗൺസിലിൽ സുപ്രീം കോടതി പോകേണ്ടി വന്നു അതിന്റെ ഒരു കോപ്പി കിട്ടാൻ. ഈ പഠനം നടത്തിയ കമ്മീഷന്റെ കോപ്പി കിട്ടാൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ജോയിന്റ് കൗൺസിലിന്. സാർ, ഈ സർക്കാർ ജീവനക്കാരോടുള്ള ക്രൂരത അവസാനിപ്പിക്കാനും ഈ ജീവാനന്ദം പദ്ധതി വേണ്ടെന്ന് വെക്കാനും ഗവൺമെന്റ് തയ്യാറാകും. CPIയുടെ സർവീസ് സംഘടനയ്ക്ക് പോലും സുപ്രീം കോടതിയിൽ പോയാണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ മനസ്സിലായതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ജീവനക്കാരുടെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിൽ പദ്ധതി നടപ്പിലാക്കരുതെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം.